ഹലോ, അപ്പം നമുക്കിന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്താലോ? നമ്മുടെ വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് സിമ്പിളായിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ബിഗിനേഴ്സിന് മാത്രമല്ല കേട്ടോ, കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും, പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഫിറ്റ്നസ് വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വിഷമത്തിലാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ കൂടുതൽ വീഡിയോസ് എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വയറ് കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാൽമുട്ട് ചെറുതായിട്ടൊന്ന് മടക്കി മുകളിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 20 കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് കാലും കൈയും യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് കാല് സെയിം തന്നെ, അതിൻ്റെ കൂട്ടത്തിൽ കൈ ദാ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. ഇത് തമ്മിൽ ടച്ച് ചെയ്ത് കൊടുക്കുക, ദാ ഇങ്ങനെ. അപ്പോൾ നമുക്കിതൊരു 20 സെക്കൻഡ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഫാറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ടയർ പോലെ തൂങ്ങി നിൽക്കത്തില്ലേ, ആ ഒരു ഏരിയ കുറയ്ക്കാനുള്ള കുറച്ച് എക്സസൈസ് ചെയ്യാം. അതിനായിട്ട് കാല് ഇതുപോലെ കുറച്ചൊന്ന് ഗ്യാപ്പ് വെക്കുക, കൈ ഇങ്ങനെ കഴുത്തിൻ്റെ പുറകിലേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് സ്ലോലി ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കൂടിയിട്ട് 20 കൗണ്ട് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു സൈഡിലുള്ളതായി. പക്ഷെ പോരാ, നമുക്ക് ഒരു വർക്കൗട്ടൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാലൊരു ഇത്തിരി ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇരിക്കാം. ഇത് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള, മുട്ടിന് വേദനയുള്ളവർ കാല് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൈക്ക് കുറച്ച് വേദന വരും, കാലിന് കുറച്ച് വേദന വരും, പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു പിടുത്തം പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതായിട്ടുണ്ട്. ഇനി നമുക്ക് വയർ ഏരിയ തന്നെ ഫോക്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വയറ് കുറച്ച് ഉള്ളിലേക്ക് ടൈറ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഈ ഒരു അപ്പർ ബോഡി ഏരിയ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ മാത്രം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലോവർ ബോഡി അവിടെ തന്നെ വെക്കുക. അതായത് ഇങ്ങനെ ചരിഞ്ഞു കൊടുക്കരുത്, ഇവിടെ മാത്രം ചരിഞ്ഞു കൊടുക്കുക. ഈ ഒരു എക്സസൈസ് നമ്മുടെ ഈ ഒരു സൈഡ് ഏരിയ ഒക്കെ ഒന്ന് ഷേപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 മാക്സിമം സ്ട്രെച്ച് ചെയ്തു, 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. 1 2 3 4 5 6 7 8 9 10 11 12 13
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ വിയർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആകെ ഒരു 3-4 എക്സസൈസല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ തീർന്നാലും ഒന്നുകൂടി വീഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം മേലനങ്ങാതുള്ള ജോലിയല്ലേ ചെയ്തത്. ഇനി നമുക്ക് ഒരു ഇത്തിരി മേലനങ്ങാം. ഒരുപാട് വേണ്ട, ചെറുതായിട്ട്. അതായത് ഫുൾ ബോഡി ഒന്ന് ലൂസ് ആക്കുക. എന്നിട്ട് ഉപ്പൂറ്റി തറയിൽ അടിക്കാത്ത വിധം, അതായത് നമ്മുടെ ഉപ്പൂറ്റി മുകളിലോട്ട് പൊങ്ങി നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ജമ്പ് ചെയ്ത് കൊടുക്കുക. അതായത് തറയിൽ നിന്ന് ഒരുപാട് പൊങ്ങണ്ട, ചെറുതായിട്ട് ഒരു പൊടിക്ക് ഒന്ന് പൊങ്ങിയിട്ട് ജമ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചാടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വിയർത്തിട്ടില്ലേ? അതുപോലെ കാലിനൊക്കെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. മുട്ടിന് പെയിൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കാലിങ്ങനെ എടുത്ത് സൈഡിലേക്ക് വെക്കുക, തിരിച്ചു വെക്കുക, ഓപ്പോസിറ്റ് വെക്കുക, തിരിച്ചു വെക്കുക. ഇനി കാല് വെക്കുമ്പോൾ കൈതാ ഇങ്ങനെ മുകളിലേക്ക് പോവുക, തിരിച്ചു വെക്കുമ്പോൾ കൈ താഴേക്ക് വരിക, മുകളിലേക്ക് പോവുക, തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ 20 സെക്കൻഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സസൈസ്? നിങ്ങൾ നന്നായിട്ട് വിയർത്തോ? ഞാൻ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടയേർഡായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത്, ജസ്റ്റ് വീഡിയോ കണ്ടുപോയവരല്ല, ഈ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ ഒരു ലവ് ഇമോജി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്തവർ, അതായത് ഞാൻ പറഞ്ഞല്ലോ 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം കുറച്ചുകൂടി ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റാ.